അവിടേക്കെങ്കിലും എത്തിയല്ലോടാ അവൻ. അണ്ണാ ഞാൻ പണ്ട് ഈ ആഗ്മെന്റ് റിയാലിറ്റി വെച്ച് ഞാൻ ഏല് ഇത് ചെയ്യുമായിരുന്നു അണ്ണാ, കോഡിങ് ചെയ്യുമായിരുന്നു. ആഗ്മെന്റഡ് അല്ലടാ, ഓഗ്മെന്റഡ്. ഉൾപ്പം പോലും അറിയാത്ത നീ കോഡിങ് ചെയ്യുമെന്ന് നീ ഏതെങ്കിലും തീട്ടപ്പിള്ളാരെ പോയി പറഞ്ഞ് ബോധിപ്പിച്ചാൽ മതിടാ. കണ്ടി എന്റെ അടുത്ത് ആ താളം അടിക്കില്ല നീ കേട്ടാ. അണ്ണാ ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിന് പോയത് പ്ലീസ് മ്യൂട്ട് കണ്ണാപ്പി. ഇതെന്താ ഗിഫ്റ്റ് ചെയ്യണം എല്ലാരും. സാരംഗ് ബ്രോ കർപ്പനയെന്ന് പറഞ്ഞ് വിളിച്ചു പോയപ്പോ കറക്റ്റ് ആയിരുന്നു. ഫാൻ കണ്ണാപ്പി ഓവറാണ്. അത് സത്യം. എടുത്തു കൊടുക്കാൻ അല്ല കറക്റ്റ് സമയത്ത് ഡയലോഗ് പറഞ്ഞേ. വെള്ളം കുടിച്ചിട്ട് ഞാനൊക്കെ ഒരു ദിവസം 4 ലിറ്റർ ഡൗണായി കിടക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്താ ചാടി എടാ ഞാനൊരു കാര്യം പറയട്ടെ, ലിമിറ്റ് വരെ ഫിക്സ് ആക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഈഗിളില്ലേ ഇവനൊരു കണ്ടിയാണ്. എന്നാ അവൻ വേണ്ട, നീ കണ്ടിയാണ്. നാണം ഉണ്ടോടാ? ഞാനൊന്ന് എറിഞ്ഞു നോക്കിയപ്പോ അതിനകത്ത് പിടിച്ചു. നിനക്ക് അവന് വേണ്ടിയിട്ടൊരു ഇതുപോലും കഴിഞ്ഞ ബോബുണ്ടോ ഇവിടെ? അവരുടെ വണ്ടി ഇവിടെ ലോക്കിഡ് ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബ്ലൈൻഡ് ജോക്കർ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ബ്ലൈൻഡ് ജോക്കർ ഫോളോ ചെയ്യണേ. വണ്ടി എടാ എനിക്ക് 1000 കൂടെ ഫോളോ ചെയ്യുന്ന 90,000 ആവൂടാ. എന്നൊക്കെ ഫോളോ ചെയ്തിട്ട് എന്തോ കിട്ടാനാണ്. എന്നെ കിക്കി ഫോളോ ചെയ്താൽ മതി. എന്നെ കിക്കിലും കൂടെ ബ്ലൈൻഡ് ജോക്കർ ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. മൊട്ട പപ്സ് ഒന്നും വേണ്ട, പോയാ എന്നെ മൊട്ട പപ്സും കൊണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തി ഇതിന്റെ അതേപോലെ ഇവിടെ കവർ കൊടുക്കാൻ ആരുമില്ല. എന്തിനാ അല്ല ഇവിടെ കവർ കൊടുക്കാൻ ഉമ്മാരുണ്ട്. കണ്ണാപ്പി ഒന്നും മിണ്ടായിരിക്കാവോ ഒന്ന്? നീ എന്ത് പറിക്കാൻ പോവാ? ആർക്ക് നഷ്ടം? പോ എവിടെയും. ടർഫ് വേണട്ടെ. PC-ലിരുന്ന് ദുബായ് പറിച്ച് ഓണായിട്ടുണ്ട്. ഇവര് ഓൾറെഡി കുത്തി പൊസ് എടുത്ത് നിൽക്കുവോ? കണ്ടോ, നമുക്ക് 3 പേരുണ്ടോ അതിന്റെ ബാക്കില്. ജുഗ്രു അവിടെ ചേർത്തിരുന്നുണ്ട്. അത് T47 ഗ്യാങ്ങുകളല്ല, ഇവർക്ക് വണ്ടിയില്ല ബ്രോ. ഇവർക്ക് അല്ലല്ലോ, അത് T47 അല്ലല്ലോ, TVS ആണോ? അല്ലല്ലോ, T47 കഴിക്കാൻ പോയാണോടാ? അല്ല, വെള്ളം കുടിക്കാൻ പോയാ. ഭയൊക്കെ കാണിക്ക്. അടുക്കളയിൽ പോയതാ. ഇത് അപ്പായാലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല കേട്ടാ. ഈ 2 ദിവസം ഞാൻ അപ്പാക്കട്ടാന്ന് പറയേ. ഇത് നിർത്തി, ഇത് ടർഫ് വെക്കിയിട്ട് പാവം. എനിക്ക് ഇത്ര തുമ്പലാണ്. എന്റെ അച്ഛൻ ഇപ്പൊ ഉറക്കത്തിൽ നിന്നിട്ട് തുമ്പിക്കൊണ്ടിരിക്കുവായിരിക്കും. എന്റെ ഈ ബോട്ടിൽ എനിക്ക് മിസ് ചെയ്യണം. ഇത് എറണാകുളത്ത് ഇരിക്കുക. നല്ലൊരു സ്പ്രേ. പക്ഷെ കേട്ടില്ല. ബുള്ളറ്റ് അതൊരു 2 10 ലിറ്റർ ചാരാസ്. ഉണ്ണിമോണ ഒരു ബുഷിൽ കളിക്കുന്നുണ്ട്.
ഇവിടുന്നുള്ള വണ്ടി ഈ ഒരു ഏരിയയിലോട്ട് മാറിയിട്ടുണ്ട്. സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. സോണ് സി ബിൽഡിങ്ങിന് ഒരു എഡ്ജിലും അതേപോലെ തന്നെ വേറെ ആംഗിൾസിലോട്ടാണ് വന്നിരിക്കുന്നത് തോന്നുന്നു. മണി ട്രിപ്പിലാന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ഈ സോൺ ഷാബ് ഉള്ളത്. കാണാം പയ്യടാ കണ്ണാപ്പിനക്ക്. വ്യത്യാസം എന്താ പറയാ കണ്ണാപ്പി, അവൻ ലൈനപ്പിലുണ്ട്, നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുണച്ചോണ്ടിരിക്കുന്നു, മനസ്സിലായോ? അതാണ് വ്യത്യാസം നീ അവനും തമ്മിലുള്ള. ടെൻഷനാക്കല്ലേ അത്. അവിടെ നിൽപ്പുണ്ട് നമ്മുടെ അല്ല. ഇവർക്ക് മണ്ടയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ പെട്ടു പോയെന്ന് കേട്ടോ, കേറി ഇറങ്ങാനും പറ്റുന്നില്ല. സ്നൈപ്പ് ഈ ഒരു എഡ്ജിലോട്ട് എത്തിയിട്ടുണ്ട്. ജോണി സിൻസിന്റെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡൗൺ ആവാൻ തോന്നുന്നു. മോബി അതിന്റെ മേളിൽ കയറി സ്പ്രേ ചെയ്യുന്നുണ്ട്. മിസ്റ്റിക്ക് നല്ലൊരു ടാഗ്. ജുഗുവിന് അവിടെ പിക്ക് ഓഫ് ചെയ്യാൻ അടിയുണ്ട് ഇരുന്നത് കൊണ്ട് ചത്തില്ലത്. രണ്ടുപേര് ആരാ കില്ലെടുക്കും? ജുഗുറു എടുക്കുമോ അതോ മസ്മോ എടുക്കുമോ? എന്റെ മോനെ കിട്ടി. സ്നൈപ്പ് ഈ ഒരു ആംഗിളിൽ നിന്ന് ആ ഒരു വ്യക്തിയെ അടിച്ചിട്ടിരിക്കുകയാണ്. അതായിരിക്കും ഞാനിപ്പോ തീരെതായിരിക്കും. ഓ ബോബി വീണ്ടും കേറി. മിസ്റ്റി ഡൗൺ. മിസ്റ്റിനെ ബോബി പിക്ക് എടുത്തിരിക്കുകയാണ്. ഓക്കേ, ഷാജി പാപ്പൻ ഫ്ലാഷ് സുഗു ഇവിടെ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ അത് വീണ്ടും വലിയൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു. കാരണം ഒബ്വിയസ്ലി ഇവിടെ ഇപ്പൊ കേറി അവരെ ഇപ്പൊ ഇത് കുറച്ച് നേരത്തെ ചെയ്യാറുന്നല്ലേ. അവർക്ക് ചിന്തിച്ചെടുക്കാൻ ഇത്രയും ടൈം ഡിലേ വന്നു. ഇല്ലെങ്കിൽ നേരത്തെ ആ പിക്ക് ഓഫ് എടുത്തിട്ട് നമുക്ക് കളി കുറച്ചും കൂടെ ടൈറ്റ് ആക്കായിരുന്നു. എന്തായാലും സോൺ മാറിയിട്ടുണ്ട്. ഔട്ടിലോട്ട് അവര് സോൺ ഔട്ട് ആയി പോയി. അവർക്ക് സോണിൻ കയറണം. സോണിൻ കേറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. നീലൻ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ നീലകണ്ഠൻ അവിടെ എത്തിയിട്ടുണ്ട്. സ്നൈപ്പ് അവിടെ ആ ഒരു സോൺ എഡ്ജി വന്നിട്ട് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സെയിൻ ഷാജി പാപ്പന്റെ വണ്ടിക്ക് എന്തായാലും നല്ലൊരു സ്പ്രേ കിട്ടുന്നുണ്ട്. ഉണ്ണിമോൻ അടങ്ങുന്നില്ല ഇവിടുന്ന്. അതിപ്പോയവൻ കഴിഞ്ഞ കളി ഈ കളി മൂവി. അത് അവരെ പ്ലാൻ ചെയ്ത അവര് മാത്രമല്ല, അവർക്ക് കളിക്കാൻ ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ബാക്കി പ്ലേയേഴ്സ് ഉണ്ട്. നിങ്ങൾ അവരെ മാത്രം ഇത് പറയല്ലോ, മറ്റേ അവർ അത്രയും ബാക്കപ്പാണ് എല്ലാ ആംഗിളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായ? തിരിച്ച് ആ ചാടി കയറുന്ന ജുഗ്രുവിനെ അടിക്കത്തില്ല, അല്ലെ മോബി അടിക്കത്തില്ല എന്നുള്ള കോൺഫിഡൻസ് അവർക്കുള്ള ADS ആണ്. അത് ബാക്കി പ്ലേയേഴ്സ് അതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്, മനസ്സിലായ? അതിലൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. കണ്ണാപ്പിക്കുണ്ണൊന്നും ഈ ഇതിനകത്തില്ല. അങ്ങനെ ഒരു ബിൽഡിംഗ് ഒന്നും ഇതിനകത്തില്ല. പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പറഞ്ഞേ പറഞ്ഞേക്കുന്നത് റെസ്റ്റ് എടുക്കാൻ പറ. പോയി വെറുതെ പറഞ്ഞാടാ, പോയി പറയല്ലേ. അറിയാതെ ബാക്കി ഗ്യാങ്ങൾ വരെ പറയുന്ന 2 ബിൽഡിംഗ് ഞാൻ കേട്ടുള്ളൂ. ചന്ദ്രൻ ബിൽഡിംഗ്, റിബൽ ബിൽഡിംഗ്, കണ്ണാപ്പി ബിൽഡിംഗ്. അതുണ്ട്, നമ്മൾ പറയുമ്പോ ഉള്ളതുണ്ടായിരുന്നു. അത് ബാക്കി ഗ്യാങ്സുകൾ അത് പറയാറില്ല, മനസ്സിലായോ? ബാക്കി എല്ലാ ഗ്യാങ്ങുകളും നമ്മളില്ലാത്ത സെർവറിൽ പോലും അത് ചന്ദ്രൻ ബിൽഡിങ്ങും റിബൽ ബിൽഡിങ്ങും. നീ പറയുന്നുണ്ട്, നീ മാത്രം പറയുന്നുണ്ട്, വേറെ ആരും പറയത്തില്ല. പണ്ടിപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് MRC ടിവിനെ പ്ലഗ് ചെയ്യുന്നോ? എടാ അതെന്ത് മറ്റേ ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞ് നീ കോമയിലായ? അത് കഴിഞ്ഞ് വാറൊക്കെ ഉണ്ടായിരുന്നു, വാറുണ്ടായിരുന്നു, പ്രീ വാർ ഉണ്ടായിരുന്നു. ഒന്ന് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടാവും, കേറി നോക്കണേ, കേറി കാണണേ, അതൊന്ന് കേറി കാണണേ.
ഇവൻ ഇനിഷ്യൽ ഇവനെന്തോ അതാ ഇനിഷ്യൽ സിറ്റുവേഷൻ അന്നത്തെ കഴിഞ്ഞിട്ട് ഇവൻ എന്തോ ആക്സിഡന്റിൽ കോമ ആയതാ ഇപ്പഴും എണ്ണീറ്റ്. ഫോൺ കിട്ടുന്ന പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങി പഠിക്കാൻ ഫോൺ പിന്നെ തിരിച്ചു കൊടുത്താൽ ആഹാ TVS വിറ്റിയതുണ്ട് കൊള്ളാലോ. ആരോ പറഞ്ഞു പറ്റിച്ചതാണോ അവന്? സത്യം അവരുടെ വണ്ടി അവർ അബാൻഡൻ ചെയ്തു, ഉപേക്ഷിച്ചു. ട്രാക്ക് സോൺ ഇല്ല. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ 4 പ്ലേയേഴ്സിന് മാത്രമേ നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ TVSന്റെ. എടാ ഈ മാസം ഞാൻ റെഗുലർ ആണ്. ഈ മാസം റെഗുലർ സ്ട്രീംസ് ആണ്. ഇവിടെ ഈ മാസം ഞാൻ കുറച്ച് റെഗുലർ ആണ്. ഞാൻ നന്നായിട്ടാ, ഞാൻ കുറച്ച് റെഗുലർ ആയിരിക്കും ഈ മാസം. അപ്പോഴൊരാൾ മിസ് ചെയ്തല്ലോടാ, കേറിയില്ലെന്നോന്നല്ലേ? അല്ല ജോക്കി, കഴിഞ്ഞ മാസം എല്ലാരും കിക്കിലൊക്കെ വന്ന് എല്ലാരും ഒന്ന് സെറ്റിൽ ആവാനുള്ള സമയം വേണമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം 8-9 സ്ട്രീം എന്തോ ഇട്ടിട്ടുള്ളൂ. 8 സ്ട്രീം എന്തോ ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസവും ഞാൻ 14-15 സ്ട്രീം ഇടുന്നതാ. ആ ഒരു റേഞ്ച് സ്ട്രീംസ് ഇടും കഴിച്ച് ഞാൻ. കാരണം കഴിച്ച് എല്ലാരും ഇപ്പൊ കിക്കിലൊക്കെ സ്ട്രീം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ. പക്ഷെ ഒരു 30 ദിവസത്തിൽ ഒരു 15-16 ദിവസം ഞാൻ വരും. ഉറപ്പായിട്ട് ഞാൻ വരും. ഈ മാസം ഉറപ്പായിട്ട് ഞാൻ വരും. സ്നൈപ്പ് ഇതിലോട്ട് കേറിക്കോളാൻ ഫ്യൂവൽ എന്തെങ്കിലും ഞാൻ കൊണ്ടുവിടാന്ന്. ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ? ഞാൻ ലൈവ് വരുമെന്ന് പറഞ്ഞ അതില് മാത്രമേ ഉള്ളൂ ജോക്കി എന്റെ ഓഡിയൻസിന് എന്നോട് എതിർപ്പ്. ഇവര് എല്ലാരും അതിലിനി ആര് പറഞ്ഞാലും അവർ ഇംപ്രസ് ആവൂല. കയ്യെ നോക്കിയിരിക്കുന്നു. സാവജ് അവിടെ ഇൻഫോ എടുക്കുന്നുണ്ടല്ലേ? ഇന്ന് TG പ്ലക്ക് ചെയ്യാൻ തോന്നുന്നു MRC TG versus MRC വാറായോ? ഇൻഫോ വൈറ്റ് ബിൽഡിംഗ് കയറി കഴിഞ്ഞാൽ ഇപ്പൊ ടാക്സിനുള്ളവർക്ക് നല്ലൊരു പണിയാണത്. കവർ ചെയ്യാൻ ആരുമില്ല. ആരും നീ ഇപ്പഴും കൂടല്ലോ അല്ലേടാ? പിന്നല്ലാതെ തുടങ്ങി. നാളെ കൂടെ പോയില്ലേ? പോയിട്ട് ഇപ്പൊ ചാൻസ് പൊങ്ങിയിരിക്കുക. ഞാൻ ചോദിച്ചെന്തായിരുന്നു അറിയോ? ഗോഡിനെ ഹോസ്റ്റേജ് ആക്കി. ഓക്കെ. അതൊക്കെ അപ്പൊ വാറും പ്രയോറും നടന്നില്ലേ? TVSന്റെ വണ്ടി ഇവിടെ വന്ന് കുത്തിയിട്ടുണ്ട്, മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവരുടെ പ്ലേയേഴ്സ്. ഓക്കെ, അല്ലു അർജുൻ അടുത്ത വിക്ക് ആരിബോബോ മോബി ഓടി കയറുന്നുണ്ട്. ആരിബോബോ എടുക്കുന്നുണ്ട്. സ്നൈപ്പ് അടുത്ത വിക്ക്. ഉണ്ണിമോൻ ഓടി വരുന്നുണ്ട്. അടുത്ത വിക്ക്. നീല് വീണ്. സ്റ്റീവ് വീണ്. സ്നൈപ്പ് വീണ്. തറ വീണു. ബട്ട് തീർന്നില്ലേ? കഴിഞ്ഞു. അങ്ങനെ 2 ടർഫും നമ്മൾ വീണ്ടും അടിച്ചെടുത്തിരിക്കുന്നു. ഇനി FRP എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെയാണ്. മോബി കളി കളിച്ചു കേട്ടോ. ഇന്നത്തെ കളിച്ച് 20 FPS നോക്കിയെന്ന്. അതെ. ഓക്കെ, വാറ് തീർന്നിരിക്കുകയാണ്. നമ്മൾ കിൽ ലിസ്റ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരൊക്കെ എത്രയൊക്കെ പിക്ക് എടുത്ത FRP ഫെയിൽ റോൾ പ്ലേ എന്നാണ് ബ്രോ അതിന്റെ ഫുൾ ഫോം. അതായത് എന്തെങ്കിലും റൂൾസിന് അഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇനി. സ്റ്റീവ് ഓക്കെ, ജുഗുറു ജോണി സെറ്റ്സിനെ പിക്ക് ചെയ്തു. അതേപോലെ തന്നെ സ്നൈപ്പ് ടീം സ്റ്റിങ്ങിനെ പിക്ക് ചെയ്തു. മോബി ലിസ്റ്റിനെ പിക്ക് ചെയ്തു. മോബി ഫ്ലാഷ് ഹൂനെ പിക്ക് ചെയ്തു. മോബി ഡേവ് സ്റ്റീലിനെ പിക്ക് ചെയ്തു. സ്റ്റീവ് പിക്ക് ചെയ്തു. അതേപോലെ ജുഗുറു അല്ലു അർജുനെ പിക്ക് ചെയ്തു. സ്നൈപ്പ് ഡ്യൂക്കിനെ പിക്ക് ചെയ്തു. ഡെസ്റ്റോ ഉണ്ണിമോനെ പിക്ക് ചെയ്തു. TVS ആബി ഒബോറോ നീനിനെ പിക്ക് ചെയ്തു. അതേപോലെ തണ്ടർ റോയ് ജുഗുറിനെ പിക്ക് ചെയ്തു. ഡെസ്റ്റോ തണ്ടർ റോയിനെ പിക്ക് ചെയ്തു. ഹാരി സ്റ്റീവ് അസ്ട്രേലിയനെ പിക്ക് ചെയ്തു. TVS സെയിൻ സ്നൈപ്പിനെ പിക്ക് ചെയ്തു. അതേപോലെ തന്നെ നീലൻ ഹാരി ഒബോറിനെ പിക്ക് ചെയ്തു. വില്ലു സെയിനെ പിക്ക് ചെയ്തു. ഇതാണ് കറന്റ് കിൽ ഫീൽഡ്. മഞ്ച് എന്താ മഞ്ചിന് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. അവരിനി ആ സ്ക്രിപ്റ്റ് അപ്രൂവ് ചെയ്യണം. എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാന്നറിയാവോ?
ലൈറ്റ് ഫോക്സ് ആണ് എനിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി തന്നത്. അപ്പൊ അണ്ണൻ മറ്റേ പണിക്കാരനെ പോലെ ഒന്ന് പറയേണ്ടി വരും കേട്ടോ. അവളെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന കാണണോടാ അവള് എങ്ങനെ ചെയ്യോ ഞാനത് ആലോചിക്കണം. അണ്ണ എങ്ങനെയാണ് മഞ്ച് കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കണോ എങ്ങനെയാണ്? അല്ലല്ല മഞ്ച് തലേ കെട്ടിയിരിക്കണം ഇങ്ങനെ കിരീടം പോലെ. അല്ല എന്തൊക്കെയാണെങ്കിലും നീ സാംസങ്ങിന് കുനിഞ്ഞു കൊടുത്ത പോലല്ല, അത്രയില്ല, മനസ്സിലായ? അതറിഞ്ഞാ മതി. നീ സാംസങ്ങിന് 1 വർഷം കുനിഞ്ഞു കൊടുത്തത് പോലെ എന്തായാലും ചെയ്യണ്ടായിരിക്കും. എന്നിട്ട് ആ ഫോണ് മറിച്ചും പറ്റുമോ? കേസ് വിടണം. പലരും